ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. അതും പ്രൈം ഡേ സെയിലാണ് നടക്കുന്നത്. 3 ദിവസത്തേക്കുള്ള ഈ ഒരു സെയിൽ നല്ലൊരു ബിഗ് ധമാക്ക സെയിലാണ്. അപ് ടു 80% വരെ നമുക്ക് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. അതും ടോപ്പ് ബ്രാൻഡ്സിന്. ഏതൊക്കെ ബ്രാൻഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, എത്ര ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ അതിൽ തന്നെ നമുക്ക് കാണും നമുക്ക് എത്ര ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഹോൾ അതറിയണേക്കാളും മുന്നേ ഞാൻ ആരാന്നറിയണ്ടേ? ഞാൻ ഷെൽമി കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി, അല്ലാത്തവർക്ക് ഞാൻ ആരാന്നറിയാം, ജസ്റ്റ് വെറും ഷെൽമി. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? കളക്ഷൻസ് സ്റ്റാർട്ട്. ഈ പ്രാവശ്യത്തെ നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒഫീഷ്യൽ വെയർസ്, അങ്ങനെ സിമ്പിളായിട്ടുള്ള രീതിയിൽ, അങ്ങനെ കുർത്തീസൊന്നും ഇല്ല കേട്ടോ ഈ പ്രാവശ്യമൊക്കെ. ട്രൗസേഴ്സ്, ജീൻസ്, പാൻസ്, ടോപ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ലുക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ പിക്ക് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഇത് ഒരു അലൻസോളിയുടെ ഷർട്ടാണ്. റെഗുലർ ഫിറ്റ് ആയിട്ടുള്ള ഒരു ഷർട്ട്. കാണുമ്പോൾ ഒരു ടോപ്പ് ഫീലിംഗ് ആണ്, പക്ഷേ ഇത് ടോപ്പല്ല, ആക്ച്വലി ഇത് ഷർട്ടാണ്. രണ്ട് സൈഡ് ഒരു ബ്ലേസർ സ്റ്റൈലിലുള്ള ഒരു മോഡൽ ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ സ്ലീവ് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു പഫ് സ്ലീവ് ആയിട്ട് വരുന്നിട്ട്, ഇതിനെന്താ പറയുക, ബിഷപ്പ് സ്ലീവ് അങ്ങനെ എന്തോ പറയൂല്ലേ. എന്ത് സ്ലീവ് ആയാലും ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇതിവിടെ ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് മടക്കി വെക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ അലൻസോളി ബ്രാൻഡ് ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇത് പോളിസ്റ്ററാണ് അവർ മെറ്റീരിയൽ പറയണത്, പക്ഷേ ആ മെറ്റീരിയലായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്തൊരു നല്ല സോഫ്റ്റ് ഫീലിംഗ് ഉണ്ട്. എന്ത് മെറ്റീരിയലാണെന്ന് ചോദിച്ചാൽ, പക്ഷേ എന്ത് മെറ്റീരിയലാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെങ്ത് ഓവറോൾ. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ട്രൗസർ എന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര ട്രൗസർ തന്നെയാണ് കേട്ടോ. കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് സെംബോൾ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്നാണ്. സെംബോൾ പ്രീമിയം ബ്രാൻഡിൽ നിന്ന് ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ട്രൗസർ. ഇത് ലാർജ് സൈസ് മീൻസ് 34 ആണ് അതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ഡാർക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, രണ്ട് സൈഡിൽ പോക്കറ്റ് ഹാസ് നമ്മുടെ സാധാരണ ട്രൗസേഴ്സ് പാൻസ് ഒക്കെ പോലെ തന്നെ ബെൽറ്റിൽ ഇടാനുള്ള സ്പേസും വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫിറ്റ് വൈസും അതുപോലെ തന്നെ കംഫർട്ടബിളിൻ്റെ കാര്യത്തിന് ഒരു രക്ഷയില്ല കേട്ടോ. ബ്രാൻഡും ഉണ്ട്, അതിനനുസരിച്ച് റേറ്റും ഉണ്ട്. ബ്രാൻഡ് ആയതുകൊണ്ടാണ് അതിന് ആ റേറ്റ് 1499 രൂപ ആർക്ക് വേണ്ടിയിട്ടാണ് കിട്ടുന്നത്. എന്തായാലും 1500 രൂപ ആ ഒരു റേഞ്ചാണ് ട്രൗസറിന് വരുന്നത്. ടോപ്പാണെങ്കിൽ ഒരു 949 ആ ഒരു റേഞ്ചാണ് ടോപ്പിന് വന്നിരിക്കുന്നത്. പിന്നെ സാംബോൾ പ്രീമിയം ബ്രാൻഡിൽ നിന്ന് തന്നെയാണ് ചെരുപ്പും സാൻഡൽ. ഇതും ഒരു പ്രത്യേകതരം ഒരു ഹീലും, പ്രത്യേകതരം എന്ന് വെച്ചാൽ ഒരു ബോക്സ് ഹീൽ എന്നല്ലേ ഇതിനെ പറയാം. എന്തായാലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സാംബോൾ പ്രീമിയം ബ്രാൻഡിൽ നിന്നാണ് പാൻറ്റും അതുപോലെ തന്നെ സാൻഡലും രണ്ടും കൂടിയിട്ട് ആ ഒരു സെയിം ബ്രാൻഡ്. സാൻഡിലായാലും പാൻറ്റായാലും 1000 എബോവ് റേഞ്ചിൽ പോകുന്നുണ്ട്. ആ ബ്രാൻഡ് മേടിച്ച 1000 എബോവ് പ്രതീക്ഷിച്ചോട്ടാ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. മാക്സ് ബ്രാൻഡ് ആകുമ്പോൾ അതിനെ കുറിച്ചിട്ട് ക്വാളിറ്റീനെയും ഒന്നിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം മാക്സ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പം തന്നെ ഊഹിച്ചോ അടിപൊളി സംഭവമായിരിക്കും എന്നുള്ളത്. എന്തായാലും ഈ ടോപ്പ് മാക്സിൽ നിന്നാണ് കേട്ടോ. ഡയറക്റ്റ് ഷോറൂമിൽ നിന്നല്ല, നമ്മൾ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഇനി ഷോറൂമിൽ പോയി മേടിക്കുമ്പോൾ എത്ര റേറ്റ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ സാധനം കിട്ടുമ്പോൾ പിന്നെ വേറെ ഒരിക്കലും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിക്ക് ചെയ്തിട്ടുള്ള ഒരു മാക്സ് ബ്രാൻഡിൻ്റെ ടോപ്പാണ്. ഇതിൻ്റെ ഫുള്ള് ഇവിടെ നമുക്ക് ഹക്കോബ സ്റ്റൈലിലാണ്. കട്ട് വർക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് നമുക്ക് ഷോൾഡറിൻ്റെ ഫുൾ പോർഷനിലും സ്ലീവിൻ്റെ ഒരു പകുതിക്കും അങ്ങനെ കിട്ടുന്നത്. സ്ലീവ് വരുന്നത് നമുക്ക് ഫുൾ ഒരു ബലൂൺസ് ടൈപ്പ് ആയിട്ടുള്ള 3/4 സ്ലീവാണ് വരുന്നത്. പിന്നെ ഈ കാണുന്ന ബട്ടൺ ഇത് മൊത്തം ഓപ്പണേബിൾ ആണ്. ആക്ച്വലി ഇത് ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷർട്ടായിട്ട് വേണമെങ്കിൽ കൂട്ടാം. നമുക്ക് ഇടുമ്പോൾ ഷർട്ടായിട്ട് ഇടാം അല്ലെങ്കിൽ ടോപ്പായിട്ട് ഇടാം. പക്ഷേ ഇതൊരു ടോപ്പ് ഫീലിംഗ് നമുക്ക് പുറമേ നിന്ന് കാണും. ഇതൊക്കെ ഫങ്ഷനബിൾ ആണ് ചുരുക്കം പറയുകയാണെങ്കിൽ. ഈ ബട്ടൺ ഫുൾ ഫങ്ഷനബിൾ ആണ് കേട്ടോ. നല്ല അടിപൊളി കളറല്ലേ, ഗ്രീനിനെ മാച്ച് ചെയ്തിരിക്കുന്നത് ഞാനൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു പാൻറ്റാണ്. പാൻറ്റ് എന്ന് പറയുമ്പോൾ ബിൽസ് ക്ലബ് എന്ന് കേൾക്കുമ്പോൾ വർക്കൗട്ട് ചെയ്യണവർക്ക് ഈ ഒരു ബ്രാൻഡ് ഒരു പുത്തിരിയൊന്നുമല്ല. കാരണം അത് ഏറ്റവും ടോപ്പ് ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ കംഫർട്ടും ആ രീതിയിലാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബിൽസ് ക്ലബ് ശരിക്കും നമുക്ക് ഇതുപോലെ നോർമലായിട്ട് യൂസ് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രാൻഡാണ് ബിൽസ് ക്ലബ്. അവർക്ക് തന്നെ ടോപ്സ് പിന്നെ പാൻസ് അങ്ങനെ എല്ലാ രീതിയിലും അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഈ ഒരു പാൻറ്റിനെ കുറിച്ച് പറയാം. സാധാരണ ബിൽസ് ക്ലബിൽ ഈ നമ്മുടെ അരര
ഭാഗത്തൊക്കെ ആയിരിക്കും ചെറിയ ചെറിയ പോക്കറ്റുകൾ വരുന്നത്. പക്ഷേ ഇതിലെന്ന് പറയുമ്പോൾ 2 സൈഡിലായിട്ട് പോക്കറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ജീൻസൊക്കെ ഇനി ഉപേക്ഷിക്കാം. ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് സിമ്പിളായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ബിൽസ് ക്ലബ്ബ് ആകുമ്പോൾ 1000ൻ്റെ മുകളിൽ പോവും, പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. മാക്സ് ആയാലും അങ്ങനെയൊക്കെ തന്നെ, പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ബ്രാൻഡ് ആകുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് കൊടുക്കണം. എന്നാൽ ബ്രാൻഡ് ഇല്ലാത്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് റേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെ വേണമെങ്കിൽ ജീൻസിൻ്റെ കൂടെ ഈ ഒരു ടോപ്പ് പെയർ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സംഭവം ക്രോഷിയയുടെ ടോപ്പ്, ഇത് എൻ്റെ പൊന്നെ, ഞാൻ മുംബൈയിൽ ഒരു ഇവൻറ്റിന് പോയി ഇപ്പോൾ ഇട്ടപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ചോദിച്ചവർ ഇത് എങ്ങനെയാണ്, അടിപൊളിയാണല്ലോ, നല്ല രസമാണ്. മുംബൈയിൽ ഇത് ഒക്കെ ഭയങ്കര റേറ്റ് കുറവിന് കിട്ടും. പക്ഷെ അത് ഞാൻ സ്കേർട്ടിൻ്റെ കൂടിയാണ് പെയർ ചെയ്തത്. നോർമലി അവിടെയൊക്കെ എല്ലാവരും കൂടുതൽ ബോഡിക്കോൺ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവൻറ്റിന് പങ്കെടുത്തത്. ഞാൻ മാത്രം ഒരു സ്കേർട്ട്, ബാക്കിയുള്ളവരൊക്കെ മിനി സ്കേർട്ടായിരുന്നു. ഞാൻ ഫുൾ ലെങ്ത് ഉള്ള സ്കേർട്ടൊക്കെ വെച്ചിട്ടാണ് പെയർ ചെയ്തത്. പക്ഷേ ഇതെല്ലാവർക്കും ഒരുവിധം ഇഷ്ടമായിട്ടോ. നല്ല, ഞാൻ പിക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ ഞാൻ ഇടാം കേട്ടോ. ഇതിൻ്റെ നല്ല അടിപൊളിയാണ്. ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതൊരു ഗ്രേ ബ്ലാക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ളതാണ്. പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ്, ബ്രൗൺ വൈറ്റ് അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇനി ഇത് കാണുമ്പോൾ ഇങ്ങനെ ടോപ്പ് ആണ്, പക്ഷേ ഇത് ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ക്രോഷിയരി ആണ്, അതുകൊണ്ട് തന്നെ തണുപ്പ് സമയത്ത് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് കഴുത്തിക്കൂടി ഇങ്ങനെ ഇടാം. പിന്നെ ഇവിടെ ഒരു സ്ലീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആ ഫുള്ള്. സ്ലീവിൻ്റെ അവിടെ മാത്രം ഇങ്ങനെ ഒരു എലാസ്റ്റിക് ടൈപ്പ്, എലാസ്റ്റിക് അല്ല, ക്രോഷ്യ കൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ കൈയിട്ടിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 2 സൈഡിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റൈലിലായിട്ടൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കാം. അപ്പോൾ ഇത് ക്രോഷ്യ ആയതുകൊണ്ട് തന്നെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പെയർ ചെയ്തത് ടാൻ ടോപ്പാണ്. ബ്ലാക്ക് കളറിൻ്റെ ടാൻ ടോപ്പ് ഇട്ടാൽ മതിയിട്ട് അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഇത് മുകളിൽ ഇങ്ങനെ ഇട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ ജീൻസോ പാൻറ്റോ ട്രൗസറോ സ്കേർട്ടോ എന്താണെങ്കിലും പെയർ ചെയ്യുക. എന്തായാലും അടിപൊളിയൊരു സംഭവമാണ്. വെറും 400 സംതിങ് അങ്ങോട്ടാ വന്നിട്ടുള്ളൂ കേട്ടോ. അടിപൊളി പീസാണ്, ഇഷ്ടമായി. പാൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് ജീൻസാണ്. അപ്പോൾ ജീൻസ് വിട്ടിട്ടൊന്നും മാറ്റി പിടിക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ ഈ ഒരു പാരഷൂട്ട് പാൻറ്റ്. ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. സൈഡിൽ 2 പോക്കറ്റ്, ഇപ്പുറത്തെ സൈഡിൽ 2 പോക്കറ്റ്, പിന്നെ ഇവിടെയും 2 പോക്കറ്റ്, അങ്ങനെ മൊത്തത്തിൽ 6 പോക്കറ്റ് ആയിട്ടുള്ള ഒരു പാരഷൂട്ട് പാൻറ്റ്. ഗ്രേ ഷെയ്ഡാണ്. ഇതിൽ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. ലൂസ് ആണല്ലോ, അപ്പോൾ പിന്നെ കംഫർട്ടബിൾ എന്തായാലും ഉണ്ടാവും. 34 ആണ് ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ്. ഇതിൽ സൈസസും അവൈലബിൾ ആണ് കേട്ടോ. 36 ഉണ്ട്, 38 ഉണ്ട്, അങ്ങനെ സൈസസും അവൈലബിൾ ആണ്. ഞാൻ മേടിച്ച സൈസ് 34. കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. എന്തായാലും ടോട്ടൽ കംഫർട്ടബിൾ ആണ്. 1400 സംതിങ് ആണ് ഞാൻ മേടിച്ച റേറ്റ് കേട്ടോ. റേറ്റ് കുറവിൻ്റെയും ഉണ്ടാവും. അപ്പോൾ ആമസോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല റേറ്റിനും പല മോഡൽസിലും നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇത് ബ്രാൻഡ് വരുന്നത് എന്തോ ബിന്നി കില്ലിഡ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പുതിയതായിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ്. എന്തായാലും ഞാനിത് കയ്യിൽ വയ്ക്കും, റിട്ടേൺ കൊടുക്കാൻ പോകണില്ല. കംഫർട്ടബിൾ അല്ലേ. പിന്നെ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ ടീഷർട്ട്, ഇത് ഓവർ സൈസ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ബേവക്കൂഫ് ബ്രാൻഡിൽ ഓവർ സൈസ് ടീഷർട്ടിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവർക്ക്. അതിൽ നിന്നും പിക്ക് ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡിൽ ലാർജ് സൈസാണ് ഞാൻ നോർമലി പിക്ക് ചെയ്യാറ്. അത് തന്നെയാണ് പിക്ക് ചെയ്തത്, അത് തന്നെയാണ് വെയർ ചെയ്തത്. അപ്പോൾ ഇത് ഓവർ സൈസാണ്. അപ്പോൾ ലൂസ് ഫിറ്റിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവമാണ്. ലെങ്ത്ത് നല്ല ലെങ്ത്താണ് കണ്ടോ. ഇങ്ങനെ ഇടുമ്പോൾ ഒരു സ്റ്റൈലില്ല, ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് ഒന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ. ഇതിൽ വൈറ്റ് ഷെയ്ഡും പിന്നെ വൈറ്റ് ഷെയ്ഡും മാത്രമേ ഉള്ളൂ, വേറെ ഷെയ്ഡൊന്നും ഇല്ല. എന്തായാലും എങ്ങനെയുണ്ട്, വൈറ്റിൽ ഇങ്ങനെ ഒരു പ്രിൻ്റൊക്കെ വന്നിട്ട് ഇത് എന്താ സംഭവം എഴുതിക്കണതൊന്നും ഞാൻ നോക്കില്ല. ഡോണ്ട്. ബാക്കിയുള്ളത് ഇത് നിങ്ങൾ കമൻറ്റിൽ ഇടണം ഈ ടീഷർട്ടിൽ എന്താ എഴുതിയിരിക്കണത്. അപ്പോൾ ഇത് ലാർജ് സൈസിലാണ്, ഓവർ സൈസ് ടീഷർട്ട്. എന്തായാലും ടോട്ടൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് മൊത്തം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് സെക്ഷൻ പറയാൻ മറക്കണ്ട. ലിങ്ക് കിട്ടുന്ന സ്ഥലം ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. മൈ ഹോൾ സ്റ്റോറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെയിൽ അപ്പം മിസ് ചെയ്യണ്ട കേട്ടോ. പ്രൈം ഡേ സെയിൽ 3 ദിവസത്തെ സെയിലായിരുന്നു. നല്ലൊരു ഓഫറോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. റേറ്റൊക്കെ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്, നല്ല റേറ്റ് കുറവിനാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ എല്ലാ മാസവും ഇതിൽ സെയിൽ നടക്കുന്നുണ്ട് ഇവിടെ ആമസോണിൽ കേട്ടോ. അപ്പോൾ ഒരു സിംഗിൾ പീസ് ആയിട്ടായാലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പ്രൈം ഡേ സെയിൽസ് ഷോപ്പിംഗ് അപ്പോൾ മിസ് ചെയ്യണ്ട കേട്ടോ, അത്രേ പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യത്തെ സെയിൽ പോലെയല്ല ഈ ഒരു പ്രൈം ഡേ സെയിലിൽ കുറച്ചുകൂടി നല്ല ലാഭത്തിന് കിട്ടും. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.